ഹായ് ഫ്രണ്ട്സ്, ഈ വണ്ടി റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്കകത്തുനിന്ന് കിട്ടിയ നിധി എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വണ്ടി കട്ടപ്പന തന്നെയുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ടോം വർഗീസ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മോൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എല്ലാം ഒടിഞ്ഞ് കിടക്കുകയാണ്, വെൽഡിംഗ് എല്ലാം. ഇതുപോലെ വയറിംഗ് കിറ്റ് എല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ബോർഡ് എല്ലാം പാനൽ ബോർഡിൽ നിന്ന് പൊട്ടി അകത്തേക്ക് വീണ് കിടക്കുകയാണ്. തന്നെയല്ല, ഇതിൻ്റെ ചാർജിങ് സോക്കറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ചാർജിങ് സോക്കറ്റിന് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറണമെങ്കിൽ ഈ വണ്ടി ഫുള്ളായിട്ട് 2 പീസായിട്ട് നമുക്ക് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് മൊത്തത്തിൽ അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ ചെയ്യുന്ന എളുപ്പവഴിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതുണ്ട്, ഇതുപോലെ ഈ വണ്ടിയുടെ അടിവശത്തായിട്ട് നമ്മൾ സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോർഷൻ സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബൈക്കുകളൊക്കെ റിപ്പയർ ചെയ്യാൻ വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ബൈക്കിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ അകത്തുനിന്ന് വണ്ടികളുടെ താക്കോല്, വീടിൻ്റെ താക്കോല്, പെൻഡ്രൈവ്, വില പിടിച്ച പേന, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിക്കകത്ത് എന്തോ സാധനങ്ങളുണ്ട്. വണ്ടി കുലുക്കുമ്പോൾ നമുക്കറിയാം വണ്ടിക്കകത്ത് എന്തോ, ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പോർഷൻസ് വല്ലതും വിട്ട് കിടക്കുന്നതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണും. നമുക്ക് നോക്കാം. ഒരു TVS സ്കൂട്ടറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു കൊന്തേങ്ങട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കീയൊക്കെ തപ്പി പേരൻസ് ഒരുപാട് നടന്നിട്ടുണ്ടാവും. പിള്ളേർ ഇതുപോലെ കുസൃതി കാണിച്ച് വെച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ വണ്ടിക്കകത്ത്. ഇത് കണ്ടോ, ഇത് നമുക്ക് വണ്ടി റിപ്പയർ ചെയ്ത് തിരിച്ചു കൊടുക്കുമ്പം ഇതും കൂടെ കൊടുത്തു വിടാം. ഇതുണ്ട്, ഫ്രണ്ടിലത്തെ ആ വെൽഡിങ് ഫുള്ളായിട്ട് വിട്ടു പോയേക്കുന്നതാണ്. അതായത് ഈ ചൈനക്കാർ വണ്ടി മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് സ്പോട്ട് വെൽഡിങ് ചെയ്താണ് നിർത്തുന്നത്. പിള്ളേർ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒടിഞ്ഞു പോകുന്നത് ആ ഫ്രണ്ട് പോർഷനാണ്. ഇതുണ്ട്, ഈ മോട്ടറിൻ്റെ ആ ഒരു കവറിങ് ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സിംഗ് ആയിരുന്നു. അത് നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വയറിംഗ് കിറ്റ് കംപ്ലീറ്റ് നമ്മൾ റിപ്പയർ ചെയ്തത് നമ്മൾ അടിയിൽ ഉണ്ടാക്കിയ വെൻറ്റിക്കടയാണ്. ഇനി നമുക്കത് ക്ലോസ് ചെയ്യണം. അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു കവറിങ്, അതിന് യോജിച്ച ഒരു കവറിങ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് അത് കവർ ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും വയറിംഗ് കിറ്റിനോ സ്വിച്ചുകൾക്കോ ഒക്കെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും ചാർജിങ് സോക്കറ്റിനൊക്കെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഴിച്ച് അത് റിപ്പയർ ചെയ്യാൻ പറ്റും. വണ്ടി പക്ക റണ്ണിങ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് ഈ കൊന്തയും താക്കോലും കൂടെ കൊടുത്തു വിടാം. ഇതിൻ്റെ അകത്ത് 6 വോൾട്ടിൻ്റെ 2 ചൈന ബാറ്ററി സീരിയൽ ചെയ്തിട്ടാണ് 12 വോൾട്ട് ആക്കി വെച്ചിരുന്നത്. അത് നമ്മൾ സിംഗിൾ ബാറ്ററി ആക്കിയിട്ടുണ്ട്. 7Ah 1 ഇയർ വാറണ്ടി ഉള്ളത്. ഇതുണ്ട്, ആ ഫ്രണ്ടിലത്തെ ആ മ്യൂസിക് ബോർഡിൻ്റെ പാനലൊക്കെ പൊട്ടിയിരുന്നത് നിങ്ങൾ കാണാം. അതൊക്കെ നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ബോർഡ് നമ്മൾ ഫിറ്റ് ചെയ്തില്ല. പകരം ആ പഴയ മ്യൂസിക് ബോർഡ് വർക്കിംഗ് ആയിരുന്നു, അത് അകത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് കാണാത്ത രീതിയിൽ. ഫോർവേഡ് റിവേഴ്സ് സ്വിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ആക്സിലറേറ്റർ ത്രോട്ടിലെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ഗ്രിപ്പൊക്കെ PVC കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിയിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ ടിഗ് വെൽഡിംഗ് എല്ലാം ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. വണ്ടി നല്ല ആംബിയർ കൂടിയ ബാറ്ററി ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.